മുട്ടക്കോഴി വളർത്തലിന് ഇന്ന് പ്രചാരമേറുകയാണ്, പ്രത്യേകിച്ചും ഈ 2014 കുടുംബ കൃഷി വർഷത്തിൽ. പക്ഷേ പലപ്പോഴും കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടാനുണ്ട്, പക്ഷേ നല്ലൊരു കോഴിക്കൂട് കിട്ടാനില്ല. പലരുടെയും ഒരു പരാതിയാണ്. ഈ പരാതിയുടെ പരിഹാരവും അത്തരത്തിൽ വില കുറഞ്ഞ ഒരു കോഴിക്കൂട് നിർമ്മിച്ച കർഷകനുമാണ് ഈ വേദിയിലേക്ക് അടുത്തതായി എത്തുന്നത്. 10 കോഴികളെ പാർപ്പിക്കാവുന്ന ഈ കൂട് GI മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് വില കേവലം 5000 രൂപ. ഇത് നിർമ്മിച്ചിരിക്കുന്ന അങ്കമാലി സ്വദേശി ശ്രീ ജോജിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ കോസ്റ്റ് എഫക്റ്റീവ് കോഴിക്കൂടിലേക്ക്, അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അങ്കമാലി ഇടക്കുന്ന് സ്വദേശി ശ്രീ ജോജിയുടെ നേതൃത്വത്തിൽ പണിതെടുത്ത കോഴിക്കൂടുകൾ മുറ്റത്തും മട്ടുപ്പാവിലും ഒരേപോലെ ഉപയോഗപ്രദമാണ്. സൗകര്യത്തിലും സൗന്ദര്യത്തിലും ഇവ പരമ്പരാഗത തടിക്കൂടുകളെ ഏറെ പിന്നിലാക്കുന്നു. ശുചിത്വമാണ് ഈ ആധുനിക കൂടുകളുടെ മുഖമുദ്ര. കോഴിമുട്ട കൂടിന്റെ പുറത്തുനിന്ന് തന്നെ ശേഖരിക്കാനാകും. കോഴികൾക്കുള്ള വെള്ളം നിപ്പിൾ സിസ്റ്റത്തിലൂടെയാണ് നൽകുക. കൂടിന് പുറത്തൊരുക്കിയ ഫീഡറിൽ നിന്ന് കോഴികൾ തീറ്റ നേരിട്ടാണ് സ്വീകരിക്കുന്നത്. കൂടിന് പുറത്തെ ട്രേയിൽ സംഭരിക്കപ്പെടുന്ന കോഴിക്കാഷ്ടം യഥാകാലം മാറ്റപ്പെടുന്നു. മുതൽ 100 കോഴികൾക്ക് വരെ നിൽക്കാവുന്ന 3500 മുതൽ 24,000 രൂപ വരെ വില വരുന്ന കൂടുകൾ ജോജിയുടെ കൈവശമുണ്ട്. ആവശ്യക്കാർക്ക് മികച്ച ഇനം കോഴിക്കുഞ്ഞുങ്ങളെയും ജോജി തന്നെ നൽകാറുണ്ട്. നല്ല സൗകര്യവും സൗന്ദര്യവുമുള്ള കൂടുകളാണ്. ആവശ്യക്കാർ നല്ലോണം ഉണ്ടാവും അല്ലേ? ധാരാളം ഉണ്ട്. നമുക്ക് വിദഗ്ധ പാനലിലേക്ക് കടന്നില്ല. സർ പ്ലീസ്. അല്ല, ഈ കൂടുകൾ നമ്മുടെ കേജ് സിസ്റ്റത്തിൽ മുമ്പ് വിഭാവന ചെയ്തിരുന്ന കൂടുകൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു. അതെ. ഇതിനകത്ത് എനിക്കൊരു സംശയമുള്ളത്, ഇത് ടെറസിൻ്റെ മുകളിലും വെക്കാമെന്ന് പറഞ്ഞു. വെക്കാമെന്ന്, കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ടെറസിന് മുകളിൽ വെക്കണമെങ്കിൽ ഇന്നത്തെ ചൂടിൻ്റെ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ഒരു റൂഫിങ് കൊടുക്കുക. റൂഫിങ് വേണ്ടി വരും. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് താങ്ങാൻ പറ്റുന്ന ഒരു ഒന്നല്ല. അതുപോലെ തന്നെ ഈ നിപ്പിൾ സിസ്റ്റം ഇപ്പോൾ കാണിച്ചതിനകത്ത് നിപ്പിൾ ചോരുന്നതായിട്ടാണ് കണ്ടത്. അപ്പം നിപ്പിൾ സിസ്റ്റം കുറേ കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം കൂടെ ഇതിനകത്ത് ആവശ്യമില്ലേ? ഉണ്ട്. മറ്റൊരു കാര്യം, ഈ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ എന്നുള്ള രൂപത്തിൽ ഈ നിപ്പിൾ സിസ്റ്റം നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഓട്ടോമാറ്റിക് ഒരു ഫീഡിങ് ട്രേയിലെ തീറ്റയും അത്തരത്തിൽ ഓട്ടോമാറ്റിക് ഫീഡിംഗ് ട്രേ ഇതൊരു മൈക്രോ യൂണിറ്റ് ആണ്. മൈക്രോ യൂണിറ്റിൽ ഓട്ടോമാറ്റിക് ഫീഡിംഗ് ട്രേ പ്രാക്ടിക്കലല്ല. അത് വലിയ വ്യവസായിക അടിസ്ഥാനത്തിലുള്ള ഇതിന് മാത്രം ഓട്ടോമാറ്റിക് ഫീഡിംഗ് സിസ്റ്റം പറ്റുള്ളൂ. അല്ല, ഞാൻ ഈ 100 കോഴികൾ വരെ നിർത്താനുള്ള കൂട് താങ്കളുടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചോദ്യം ഉന്നയിച്ചത്. അത് വലിയ വ്യവസായമായിട്ട് ചെയ്യുമ്പോൾ മാത്രം ഓട്ടോമാറ്റിക് ഫീഡിംഗ് സിസ്റ്റം സാധിക്കുകയുള്ളൂ.
ഒരു അഭിനന്ദനം അറിയിക്കാനുള്ളതും മറ്റ് കർഷകർക്ക് ഈ സന്ദേശം ഇതിൽ നിന്ന് കിട്ടുന്നത്, മാർക്കറ്റിൽ പുതിയ പുതിയ മെറ്റീരിയൽസ്, ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു വിപ്ലവം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ. അപ്പോൾ പുതിയ പുതിയ ഇത്തരം മെറ്റീരിയൽസ് വരുന്നതനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനും പണത്തിനും അനുസരിച്ചുള്ളത് നമുക്ക് കൃഷിക്കാണെങ്കിലും ഉപയുക്തമാക്കാം എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇദ്ദേഹം. അതിന് അദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. തീർച്ചയായും ഒരു ന്യൂ ജനറേഷൻ കോഴിക്കോടെന്ന് പറയാം. നമ്മളിപ്പോൾ 5 കോഴിയിട്ട ഇതുപോലെ ചെറിയ കൂടുകൾ, 10 കോഴിയിട്ട കൂടുകൾ, ഇതെല്ലാം ഉണ്ടെന്ന് നമ്മൾ പറയുന്നെങ്കിലും ഇതൊന്നും വാങ്ങാൻ കിട്ടില്ല. ഇത് ഓരോരോ പദ്ധതിയുടെ ആവശ്യമാണ്. അതിൽ ഇത്ര പേർ ചെറുകിട കൃഷിക്കാരായിരിക്കണം, ഇത്ര BPL കാർഡുള്ളവരായിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ കോഴി വളർത്തൽ താല്പര്യമുള്ള, വീട്ടു വളർത്തൽ കോഴി വളർത്തുന്ന താല്പര്യമുള്ളവർക്ക് കോഴിക്കൂട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വലിയ വിടവാണ് അങ്ങ് നിർത്തിയിരിക്കുന്നത്. ആ ഒറ്റ കാര്യം കൊണ്ട് താങ്കൾ സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക അവാർഡിന്, അംഗീകാരത്തിന് അർഹനാണ്. ഞങ്ങൾക്ക് കേരളം മുഴുവൻ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളുണ്ട്. ഞങ്ങൾക്കിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ കൊടപ്പനക്കുന്ന് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് 100 കോടിൻ്റെ അടുത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, 5ൻ്റെയും 10ൻ്റെയും. പിന്നെ മണ്ണുത്തി യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് തന്നെ കോഴിക്കുഞ്ഞു ഇരിക്കുന്ന ഹാച്ചറി ഉണ്ട്. അപ്പോൾ അവിടെ അവരുടെ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 50 ആളുകളെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അപ്പോൾ അവർ ട്രെയിനിങ് കൊടുത്തപ്പോൾ 30 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് കൊടുത്തപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഹാച്ചറി ഈ കോഴിക്കോട് എല്ലാം വന്ന് കണ്ടത്. അങ്ങനത്തെ ഇപ്പോൾ 4 ബാച്ചുകൾക്ക് ട്രെയിനിങ് കൊടുത്തപ്പോഴും ഓരോ ദിവസവും ഞങ്ങളുടെ ഹാച്ചറിയിലും അതുപോലെ ഈ കോഴിക്കോട് നിർമ്മാണം വന്ന് കണ്ടത്. അപ്പോൾ ഞങ്ങൾ കേരളം മുഴുവൻ ഇത് സപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇപ്പം നിലവിൽ ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വിളിക്കുന്ന കർഷകർക്ക് തന്നെ കിട്ടുന്ന ഏരിയയിൽ അഡ്രസ്സുകൾ പറഞ്ഞു കൊടുത്ത് ആ ഏരിയയിൽ കൂടുതൽ ഓർഡർ വരുമ്പോഴാണ് ഇത് വിതരണം ചെയ്യുന്നത്. എൻ്റെ പേര് ചന്ദ്രിക. ഞാൻ കൊടപ്പനക്കുന്ന് കൃഷിഭവൻ്റെ കീഴിൽ നിന്ന് വരുവാണ്. എനിക്ക് ഇൻഫ്രാസ്ട്രക്ചർ വഴി 5 കോഴിയും 1 കൂടും തന്നു. 2 മാസമുള്ള കോഴി ആണ് ഈ കൂട്ടിലിട്ട് തന്നത്. പക്ഷേ വളർന്ന് 4-4.5 മാസമായപ്പം 3 പൂവൻ, 2 പൂവനും 2 പിടയും. ഒരു പൂവൻ കോഴിയെ വെളിയെടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഡോറ് ചെറുത്. എന്തെങ്കിലും മരുന്ന് വയ്ക്കാനും വെളിയെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതിനെന്താ ചെയ്യണം? ഡോറ് ചെറുതാണെന്നാണോ പറയുന്നത്? അല്ല, വലുതാക്കണം. കോഴി പുറത്തെടുക്കാനുള്ള കൂട് പൊളിച്ച് കോഴി എടുക്കേണ്ടി വരുമോ? അങ്ങനെ കൂട് ആക്സാ ബ്ലേഡ് വെച്ച് ഒരു ഇത് വെട്ടിയിട്ടാണ് എടുത്തത്. കൂട് ഇങ്ങനെ തുറക്കാവുന്നതാണ്. ഞങ്ങൾ സാധാരണ അതെല്ലാം ശരി, അടപ്പും എല്ലാം ശരി തന്നെ, കറക്റ്റാ. ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് മുട്ട ഇടാറായ കോഴികളെയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് 1-1.5 കിലോ തൂക്കം വരുന്ന ടൈപ്പ് കോഴികളെ സപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വലിയ കോഴികൾ ഇടാനുള്ള സൗകര്യങ്ങൾ ഞങ്ങളുടെ കൂടുകളിലുണ്ട്. പിന്നെ കൊടപ്പനക്കുന്നിൽ ഞങ്ങളിപ്പോൾ വിതരണം ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. അവരതിന് മുമ്പ് ആരുടെ കയ്യിൽ നിന്ന് എടുത്തതെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ നിർമ്മിക്കുന്നതിൽ വലിയ ഇത് ഇടാനുള്ള എല്ലാ സൗകര്യങ്ങളും അതിലുണ്ട്. വലിയ കോഴീനെ ഇടാനുള്ള സൗകര്യങ്ങളുണ്ട്. അല്ല, എനിക്ക് പറയാനുള്ള അഭിപ്രായം ആ കൂട്ടിലെ ഡോർ ഒന്ന് വലുതാക്കിയാൽ ഞങ്ങൾ ഒന്നുകൂടി വലുതാക്കാൻ ശ്രദ്ധിക്കണം. എൻ്റെ ചോദ്യമല്ല, ഒരു അഭ്യർത്ഥനയാണ്. ഞങ്ങളുടെ തൃശ്ശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ കുറേയധികം ആളുകൾക്ക്, പ്രത്യേകിച്ച് കുടുംബശ്രീ യൂണിറ്റുകൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. കോഴി വളർത്തലല്ല, മറ്റു പല വിഷയങ്ങളിലും. ആ കൂട്ടത്തിൽ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒരു അഭ്യർത്ഥന, 5 കോഴികളെ വളർത്താവുന്ന കൂട് കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദയവായിട്ട് താങ്കളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഈ പരിപാടിയിൽ അനൗൺസ് ചെയ്യണം. ഇത് കേരളത്തിൽ മിക്കവാറും എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നിങ്ങൾക്ക് ഈ കോഴിക്കോട് ഇവിടെ കാണാനുള്ള സൗകര്യവും ശ്രീ ജോജി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കോഴികളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള കോഴികളെയാണ് ഞങ്ങൾ. അദ്ദേഹം ഏത് കോഴിയുടെ വെറൈറ്റി ഏതാണെന്ന് പറഞ്ഞില്ല. ഇത് ഒരു ദിവസം ഒരു മുട്ടയിടുവോ, 365 ദിവസം എത്ര മുട്ടയിടും? ഒരു ദിവസം ഒരു മുട്ടയിടുവോ, 24 മണിക്കൂറിൽ 3 മുട്ടയിടുവോ? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. 24 മണിക്കൂർ കൊണ്ട് 3 മുട്ടയിടുന്ന ഒരു സാങ്കേതിക വിദ്യ എനിക്കറിയില്ല. ഇപ്പം നമുക്ക് അത്യുൽപാദന ശേഷിയുള്ള ഇന്ത്യയിൽ ലഭിക്കാവുന്ന 2-3 ഇനങ്ങളാണുള്ളത്. ഇപ്പം ഏറ്റവും കൂടുതൽ 300 മുട്ട വരെ ഒരു വർഷം കിട്ടാവുന്ന ഒരു ഇനമാണ് BV380 എന്ന് പറഞ്ഞ് വെങ്കടേശ്വര ഹാച്ചറീസിന്റെ കീഴിലുള്ള. സമയം വൈകുകയാണ്. പ്രിയമുള്ളവരെ, ജോജി ഇവിടെ തന്നെയുണ്ട്. നമ്മൾ ഈ കോഴി കാഷ്ടം എങ്ങനെ റിമൂവ് ചെയ്യുമെന്ന് ഈ പടത്തൊന്നും മനസ്സിലായില്ല. കോഴി കാഷ്ടത്തിന് അതിൻ്റെ അടിയിൽ ട്രേ ഉണ്ട്. നമുക്കിവിടെ ഒരു കോഴിക്കൂട് ഇവിടെ വെച്ചിട്ടുണ്ട്. 2 കോഴിക്കൂടും അത്യുൽപാദന ശേഷിയുള്ള BV3 ഇനം കോഴികളെ മുട്ടയിടാറായത് 2 മാസമായ കോഴികൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ 2 കൂടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. എന്തായാലും കൂട് ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ ഞങ്ങളുടെ എക്സ്പെർട്സ് അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ ജോജി, അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു.
അടുത്തതായി ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ഒരു പ്രൊഫസറെയാണ്. കായംകുളം MSM കോളേജിലെ കൊമേഴ്സ് അധ്യാപകൻ. കലാലയ ക്ലാസ് മുറികളിൽ നിന്ന് അദ്ദേഹം വയലിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. പ്രൊഫസർ B. ഗോവിന്ദപിള്ളയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കും. കൊമേഴ്സ് അധ്യാപകനായ അദ്ദേഹം എന്താണ് കാർഷിക രംഗത്ത് സംഭാവന ചെയ്തത് എന്ന് നോക്കാം. ഓണാട്ടുകര പ്രശസ്തമായ സ്ഥലമാണ്, നമുക്കറിയാം. എള്ളും നെല്ലിനും എല്ലാം പ്രശസ്തമായ സ്ഥലമാണ്. അവിടെ വിതയ്ക്കാൻ കൊയ്യാനും ആളെ കിട്ടുന്നില്ല എന്ന പരാതി കാലങ്ങളോളം നിലവിലുണ്ട്. വളരെ എളുപ്പത്തിൽ ക്ലേശരഹിതമായി ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിയ പാടങ്ങൾ വിതച്ചു തീർക്കാവുന്ന രീതിയിൽ ഡ്രം സീഡറാണ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തത്. അദ്ദേഹം അത് ഓണാട്ടുകരയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഹാളിന് പുറത്തുണ്ട്, ആവശ്യമുള്ളവർക്ക് അത് കാണുകയും ചെയ്യാം. എന്തായാലും ഇതൊരു മോഡിഫിക്കേഷനാണ്. അദ്ദേഹം മറ്റെവിടോ ഒരു മാതൃക കണ്ടതിൽ നിന്ന് റേറ്റ് കോഡ് ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് അദ്ദേഹം കലാനുസൃതമായി വികസിപ്പിച്ചെടുത്ത ഒരു മാതൃകയാണ്. എന്തായാലും അതിൻ്റെ ഒരു ദൃശ്യങ്ങൾ അതിൻ്റെ ഒരു പ്രവർത്തന ദൃശ്യം നമുക്ക് കാണാം. കാർഷിക വൃത്തിക്ക് ആവശ്യമായ തൊഴിലാളികളെ കിട്ടാതായതോടെയാണ് കായംകുളം MSM കോളേജിലെ പ്രൊഫസറായ ശ്രീ V. ഗോവിന്ദപിള്ള കാർഷിക രംഗത്ത് കഴിയുന്നത്ര സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ തീരുമാനമെടുത്തത്. വിത്തു വിതയ്ക്കാൻ പ്രയോജനപ്പെടുന്ന 2 ഡ്രമ്മുകളോടുകൂടിയ ഈ ഡ്രം സീഡറിന് അദ്ദേഹം രൂപം നൽകുകയും ചെയ്തു. വളരെ കുറഞ്ഞ സമയവും മനുഷ്യാധ്വാനവും കൊണ്ട് കൂടുതൽ സ്ഥലത്ത് വിത്ത് വിതയ്ക്കുവാൻ ഈ യന്ത്രം സഹായിക്കുന്നു. റെയ്ഡ്കോ വിപണിയിലെത്തിച്ച ഐശ്വര്യ ഡ്രം സീഡറിന്റെ രൂപകൽപ്പനയും പ്രവർത്തന രീതിയും ഈ കണ്ടുപിടുത്തത്തിന് പ്രചോദനമായിട്ടുണ്ട്. എത്ര ഏരിയ വിതയ്ക്കാൻ കഴിയും? ഇത് ഓണാട്ടുകര പ്രദേശത്തേക്ക് 3 പൂക്കൃഷിയാണ്. ഇത് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിരിപ്പ് കൃഷിക്ക് വേണ്ടിയാണ്. വിരിപ്പ് കൃഷിക്ക് യഥാർത്ഥത്തിൽ ഇന്നും ഇഫക്റ്റീവായിട്ടുള്ള ഒരു സീഡർ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 10-20 വർഷത്തിന് മുൻപ് ഈ ഡ്രം സീഡർ മാർക്കറ്റിൽ അവൈലബിളാണ്. അങ്ങനെയുള്ള ഒരു ഡ്രം സീഡർ കണ്ടിട്ട് ഞങ്ങളുടെ നാടിനെ എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ഓൾട്രേഷൻ നടത്തിയതാണ്. അപ്പോൾ ഇത് എനിക്ക് ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നിർമ്മിച്ചതാണ്. കാര്യം തൊഴിലാളികളെ കിട്ടാനില്ല, മറ്റൊരുത്തിനെ ആശ്രയിക്കേണ്ടി വരിക. ഇതാകുമ്പോൾ എനിക്ക് തന്നെ താൻ വലിച്ചുകൊണ്ട് പോയി കൃഷി നടത്താൻ സാധിക്കും. ഞാൻ അങ്ങനെ 2-3 വർഷങ്ങളിലായിട്ട് വിരിപ്പ് കൃഷി നടത്തുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് 3 വർഷമായിട്ട് ഞാൻ വിരിപ്പ് കൃഷി നടത്തുന്നുണ്ട്. വളരെ ഇഫക്റ്റീവായിട്ട്. അതായത് ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് സാധാരണഗതിയിൽ ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് കൃഷി നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു 12,000 മുതൽ 15,000 രൂപ വരെ ലേബർ കോസ്റ്റ് ആകും വിത്തിടുന്നതിന്. എന്നാൽ ഇതുകൊണ്ട് ഞാനും വേറെ ഒരു ജോലിക്കാരനും ഉണ്ടെങ്കിൽ 1 ഹെക്ടർ സ്ഥലം ഒരു ദിവസം കൊണ്ട് സുഖമായിട്ടാണ്. അപ്പോൾ ഏതാണ്ട് മാക്സിമം കുട്ടിക്ക് ഒരു 2,000 രൂപ ചിലവായി കഴിഞ്ഞാൽ പോലും ബാക്കി 10-12,000 രൂപ നമുക്ക് ലാഭമാണ്. അതുകൊണ്ട് ഒത്തിരി പേര് ഞാൻ ആദ്യം ഇതുണ്ടാക്കിയതിന് ശേഷം എൻ്റെ പാടത്തിട്ടു. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഉണ്ടാക്കാനുള്ള ചിലവും ബാക്കിയുള്ള ഇതെല്ലാം മീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ആൾക്കാർക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പലരും ഇത് അടുത്ത പഞ്ചായത്തുകളിലും ഒക്കെ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒത്തിരി പേര് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അടുത്ത സമയത്ത് കേരള കർഷകത്തിൽ കഴിഞ്ഞ ലക്കത്തിൽ ഇതിനെപ്പറ്റി റിപ്പോർട്ട് വന്നു. ഈ മുണ്ടൂര്, പാലക്കാട്, ആ ഭാഗങ്ങളിൽ, ഒറ്റപ്പാലം, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി എൻക്വയറി എനിക്ക് വരുന്നുണ്ട്. ഡ്രം സീഡേഴ്സ് നമുക്ക് ഐശ്വര്യ ഈ പറഞ്ഞ പോലെ റെയ്ഡ്കോ കുറേ കാലമായി മാർക്കറ്റിൽ ഉപയോഗിക്കുന്നു. ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗവേഷണ ഫലമായി വളരെ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ. എങ്ങനെയാണ് ഐശ്വര്യയുടെ ഐശ്വര്യം താങ്കൾ കൂട്ടിയത് എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഈ ഐശ്വര്യ ഡ്രം സീഡർ ഞങ്ങളുടെ നാട്ടിൽ, അതായത് ഈ വെറ്റ്ലാൻഡിലായാലും ഡ്രൈ ലാൻഡിലായാലും ഇഫക്റ്റീവ് അല്ല. അതിന് 2 കാരണമാണ്. ഒന്ന്, വെറ്റ്ലാൻഡിലാണെന്നുണ്ടെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളുണ്ട് വിതയ്ക്കാം. ഇത് പിടിച്ചോണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കാല് പൊഴി. പക്ഷേ ഡ്രൈ ലാൻഡിലാണെങ്കിൽ ഇങ്ങനൊരു സംഗതി ഇല്ല. പക്ഷേ വളരെ കോസ്റ്റുമാണ് നമുക്ക് വിതയ്ക്കുന്നത്. അപ്പം ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞാൽ 4 ഡ്രമ്മാണ് ഐശ്വര്യ സീഡറിനുള്ളത്.
ഇത് ഞാൻ 2 കുറച്ചു. കാരണം എനിക്ക് തന്നെത്താൻ വലിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ മുഖ്യ ലക്ഷ്യം. 2, ഈ ലെവൽ സർഫസ് അല്ല എങ്കിൽ ഇത് കൊണ്ടു കടന്നു കഴിഞ്ഞാൽ പല കലപ്പുകളും കൊള്ളാതെ വരും. അപ്പോൾ ഞാനിതിനെ ഹാഫാക്കിയിട്ട് 4 വരിയാക്കുക, ഞൊരി വീഴുക, മൂടുന്ന രീതിയിൽ ഒരു പുറകിലൊരു ഞങ്ങളുടെ തടിച്ചെരുപ്പ് എന്ന് പറയുന്ന ഒരു ചെരുപ്പോടെ കൊടുത്തു. അപ്പോൾ ഇത് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പൊഴിയിടും, വിത്തിടും, മൂടിയിഞ്ഞു പോരും. സാധാരണഗതിയിൽ 1 ഏക്കറിലേക്ക് തന്നെ ഒരു 20 പേരുടെ ജോലിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഇപ്പോഴും ഈ കലപ്പ പിടിച്ചിട്ട് വിത്തിടുന്ന ഏർപ്പാടല്ലാതെ മറ്റു മാർഗമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനിത് വളരെ ഇഫക്റ്റീവാണ്. സ്വയം ചെയ്യാൻ എന്നുള്ള ഒരു മേന്മയാണ് താങ്കൾ കാണുന്നത്. പിന്നെ വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് അല്ലേ? എത്ര രൂപയ്ക്ക് വയ്ക്കുന്നു? ഇതൊരു ഞാൻ വിൽപ്പനയ്ക്കല്ലേ, എൻ്റെ സ്വന്തം ആവശ്യം ഉണ്ടായിരിക്കണം. കോമേഴ്സ് അധ്യാപകനായ താങ്കൾക്ക് ഇതിന്റെ പിന്നിൽ പ്രചോദനമേകിയത് കൃഷിശാസ്ത്രജ്ഞയായ താങ്കളുടെ ഭാര്യയാണോ എന്ന് പറയുന്നതിൽ തെറ്റില്ല. അത് പറയുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വൈഫ് ഒരു കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ്. ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ഡയറക്ടറേറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം യന്ത്രങ്ങൾ പലതുണ്ട്, പക്ഷേ നമ്മുടേതായ രീതിയിൽ അത് മോഡിഫൈ ചെയ്ത് എടുക്കുന്നതിലാണ് നമ്മുടെ വിജയം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കുടുംബകൃഷിയുടെ വർഷമാണ്, തൊഴിലാളികളെ ലഭ്യമല്ലാത്ത കാലമാണ്. അപ്പോൾ എന്തൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും നമ്മുടേതായ രീതികളിലേക്ക് അത് മാറ്റിയെടുക്കുന്ന വലിയ മനസ്സുകൾക്ക് അനുമോദനം അർപ്പിക്കുന്ന ഈ വേദിക്കും അനുമോദനം, താങ്കൾക്കും അനുമോദനം. ഇത് 2 ഡ്രം വെച്ചിട്ടുള്ളൊരു പുതിയ കണ്ടുപിടുത്തം വെച്ചാൽ മോഡിഫിക്കേഷൻ ആണെങ്കിൽ പോലും ഒരു അന്വേഷണത്തിന്റെ ഫലമാണ്. ഞാനിവിടെ എനിക്ക് ഒരു ചോദ്യം അറിയാൻ, ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ഒരു ക്യൂരിയോസിറ്റി ക്വസ്റ്റ്യൻ, ഒരു ആകാംക്ഷയുള്ള ഒരു ചോദ്യം മാത്രമാണ്. നമുക്ക് നെൽകൃഷിയിൽ, പ്രത്യേകിച്ച് വിരിപ്പ് കരകൃഷിയിൽ സീഡ് റേറ്റ്, നമുക്ക് റെക്കമെൻഡഡ് സീഡ് റേറ്റ് ഉണ്ട്, ശുപാർശ ചെയ്യപ്പെട്ടുള്ള വിത്തിന്റെ അളവ്, അല്ലെങ്കിൽ ഈ നുരികൾ തമ്മിലുള്ള അകലം, ഇതുപോലുള്ള കാര്യങ്ങൾ അത് നിയന്ത്രിക്കാൻ, നുരികൾ തമ്മിലുള്ള അകലം നിയന്ത്രിക്കാനും വിത്തിന്റെ അളവ് നിയന്ത്രിക്കാനും ഏതെങ്കിലും തരത്തിൽ അതിനുള്ള സംവിധാനം ഞാൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാമോ? അതിന്റെ 2 സൈഡുകളിലും ഒരു പ്രത്യേക ഷീൽഡ് പല ഹോളുകൾ കൊടുത്തിട്ടുണ്ട്, പല വ്യാസത്തിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വ്യാസം അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് മറ്റു ഗുണങ്ങളുണ്ട്. ഈ നെല്ല് മാത്രമല്ല, വേണമെങ്കിൽ പയർ, ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. എള്ളിനും ഈ വെറ്റ്ലാൻഡിലൊക്കെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് വിതയാണ്. വിത കുറച്ചുകൂടെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതാണ്, കർഷകർ ഇഷ്ടപ്പെടുന്നത് വിതയാണ്. അതുപോലെ വെറ്റ്ലാൻഡിലും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വിതയാണ്. ഇത് മെനക്കേടെന്ന് തോന്നും, പക്ഷേ ഈ ഡ്രൈ ലാൻഡിലേക്ക് മറ്റ് യാതൊരു മാർഗവുമില്ല. ഈ തൊഴിലാളികളെ കൊണ്ട് തന്നെ ഇന്നും കലപ്പ പിടിപ്പിച്ച് വിത്തിടുന്ന രീതിയാണ്. എനിക്കറിയാൻ വയ്യ മറ്റിടത്ത് വല്ലതും ഉണ്ടോ എന്ന്. ഞങ്ങളുടെ നാട്ടിലതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എല്ലാം കൃഷി നിന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് പലയിടത്തും ഇപ്പോൾ കൃഷി നടക്കുന്നുണ്ട്. അല്ല, ഇതിന് വേറൊരു ഗുണം കൊണ്ട് ആ അറ്റാച്ച്മെൻറ്റ് അങ്ങ് കഴിക്കാമെങ്കിൽ വെറ്റ്ലാൻഡായിട്ട് ഉപയോഗിക്കാം, വെറ്റ്ലാൻഡ് സീഡ്രമായിട്ട് ഉപയോഗിക്കാം, മൾട്ടിപർപ്പസാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന അറ്റാച്ച്മെൻറ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം. അങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെറ്റ്ലാൻഡ് ഈ സീഡ്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും ഇതിലൊരു താല്പര്യം തോന്നിയ പ്രൊഫസർ ഇത് ഉണ്ടാക്കി നൽകൂ? കൊടുക്കാം. ഈ അന്വേഷണത്തിൻ്റെ അടുത്ത പടി എന്താണ്? കാർഷിക ഗവേഷണം. ഇതിനെ ഒരു വീഡറും കൂടെ മോഡിഫൈ ചെയ്യണമെന്നുള്ള എനിക്ക് ഉദ്ദേശമുണ്ട്. ഇപ്പോൾ പവർ വീഡർ ഉണ്ട്. പവർ വീഡർ പക്ഷേ ഞങ്ങളുടെ അടുക്കൽ അവൈലബിൾ അല്ല. അതോടൊരു ഇഫക്റ്റീവായിട്ടൊരു വീഡറും കൂടെ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഉദ്ദേശം. അതിൻ്റെ ഗവേഷണത്തിലാണോ? അതെ, ഏതാണ്ട്. പ്രൊഫസർക്ക് ആദ്യമായി അനുമോദനങ്ങൾ. പ്രൊഫസർക്കും ഭാര്യയ്ക്കും. താങ്ക് യു സർ. 2 പേർക്കും അനുമോദനങ്ങൾ. എനിക്കിതിൽ ചോദിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മളിപ്പോൾ ഡെവലപ്പ് ഇതിപ്പോൾ ഓണാട്ടുകരയിലെ കൃഷിക്കാർ വളരെ ദാഹത്തോടു കൂടി താങ്കളുടെ യന്ത്രത്തെ കാണുന്നു. പലരും അത് രൂപ നൽകിയും ഒരുപക്ഷെ വാടകയ്ക്കെടുത്ത് കൊണ്ടുപോയി ഉപയോഗിക്കാൻ വരെ താല്പര്യമാണ്. ഇത്രയൊക്കെ ആയിട്ടും കായംകുളത്ത് ഞങ്ങൾക്ക് ഒരു റൈസ് റിസർച്ച് സ്റ്റേഷനുണ്ട്. ആ റിസർച്ച് സ്റ്റേഷനിൽ ആരെങ്കിലുമായിട്ട് താങ്കൾ ബന്ധപ്പെട്ടു? സാറേ, അവിടെ KVKയിൽ എന്നെ വിളിച്ചു വരുത്തി ഒരു സെമിനാറിന് അന്ന് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ പലരും അതിൻ്റെ പേരിൽ എന്നെ ഒന്ന് കാണുകയും, അതുകൊണ്ട് നാട്ടിലെല്ലാം നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെട്ടുളകര പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. പത്തിയൂര്, മുതുകുളം, കൃഷ്ണപുരം ഇങ്ങനെയുള്ള പഞ്ചായത്തുകളിൽ. അതുകൊണ്ട് ഈ സാധനം എടുത്തുകൊണ്ട് വന്ന് ഉപയോഗിക്കാറുണ്ട്. ശാസ്ത്രജ്ഞന്മാരും കൃഷിശാസ്ത്ര സംവിധാനവും കൃഷിക്കാരുടെ രംഗത്തുനിന്ന് വരുന്ന ഇത്തരം നേട്ടങ്ങളും തമ്മിൽ കൂടുതൽ ആശയവിനിമയം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രൊഫസർ അഭിപ്രായം എന്താ? അത് ശരിയാണ് സാറേ. എനിക്ക് തോന്നുന്നു ഓഫീസുകളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടെ കൃഷിക്കാരുടെ ഇടയിലേക്ക് ചെല്ലുകയും അവർക്ക് കൂടുതൽ പ്രൊമോഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ, വിശേഷിച്ച് ഇനി വരാൻ പോകുന്ന കാലത്ത് കൃഷി എല്ലാവർക്കും വലിയ താല്പര്യമുള്ളൊരു വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രജ്ഞന്മാരും കൃഷിക്കാരും തമ്മിലുള്ള ഇന്റർഫേസ് ബന്ധത്തിന്റെ നാന്ദിയാണ് താങ്കളുടെ കണ്ടുപിടുത്തം. എന്തായാലും സീഡറിൽ നിന്നും വീഡറിലേക്കും ഓണാട്ടുകരയിൽ നിന്നും മലയാളക്കരയാകെ താങ്കൾക്ക് പ്രശസ്തി ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു.
സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ RKVY പദ്ധതി. കർഷകർക്ക് വാട്സപ്പ് സംവിധാനമൊരുക്കി ഇഫ്കോ കിസാൻ. ടിഷ്യൂ കൾച്ചർ തൈകൾക്കായി അപേക്ഷിക്കാം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം ജൈവ കൃഷി പദ്ധതി നടപ്പാക്കുന്നു. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിലാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ജൈവ സർട്ടിഫിക്കേഷനുമുള്ള പദ്ധതി നടപ്പാക്കുന്നത്. ഓരോ ജില്ലയിലും 500 ഹെക്ടർ വീതം മൊത്തം 2000 ഹെക്ടറിൽ പദ്ധതി നടപ്പാക്കും. ജൈവ കൃഷി അനുവർത്തിക്കാൻ പരിവർത്തന കാലമായ 3 വർഷത്തേക്ക് ഹെക്ടറിന് 10,000 രൂപ നിരക്കിൽ പരമാവധി 5 ഹെക്ടറിന് വരെ സഹായം ലഭിക്കും. ആദ്യ വർഷം ഹെക്ടറിന് 4,000 രൂപയും പിന്നീടുള്ള 2-3 വർഷങ്ങളിൽ യഥാക്രമം 3,000 രൂപയുമാണ് നൽകുക. നടീൽ വസ്തുക്കൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ, ജീവാണുവളങ്ങൾ, മറ്റ് ജൈവ കൃഷി ഉപാധികൾ എന്നിവയ്ക്കാണ് ആനുകൂല്യം. ഇതോടൊപ്പം കർഷക ഗ്രൂപ്പുകൾക്ക് ജൈവ സർട്ടിഫിക്കേഷനും സഹായം ലഭിക്കും. ആദ്യ 2 വർഷം ഹെക്ടറിന് 3,000 രൂപ വീതവും 3-ാം വർഷം ഹെക്ടറിന് 4,000 രൂപയുമാണ് ആനുകൂല്യം നൽകുക. മാവിൽ കായ്ച്ചയ്ക്കെതിരെ മെറ്റ് കെണികൾ ഇപ്പോൾ സ്ഥാപിക്കാം. മാവ് പൂത്തു തുടങ്ങുമ്പോൾ കെണികൾ മാവിൽ കെട്ടിയിടണം. 3 മാസമാണ് ഒരു കെണിയുടെ കാലാവധി. കാർഷിക സർവകലാശാല സ്ഥാപനങ്ങൾ, കൃഷി വകുപ്പ് സ്ഥാപനങ്ങൾ, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ മെറ്റ് കെണി ലഭ്യമാണ്. വാട്സപ്പിന്റെ സഹായത്തോടെ ഗ്രീൻ സിം കാർഡ് ഉപയോഗിക്കുന്നവർക്ക് കൃഷി അനുബന്ധ വിഷയങ്ങളിൽ സംശയ നിവാരണത്തിന് ഇഫ്കോ കിസാൻ തുടക്കമിട്ടു. ദിവസേന 1 മിനിറ്റ് ദൈർഘ്യമുള്ള 4 സൗജന്യ ശബ്ദ സന്ദേശങ്ങളാണ് ഗ്രീൻ സിം കാർഡ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ശബ്ദ സന്ദേശങ്ങൾക്ക് പുറമെ കൃഷി, മൃഗപരിപാലനം തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പരിഹരിക്കാൻ ഹെൽപ്പ് ലൈൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ അതത് മേഖലയിലെ വിദഗ്ധരുമായി കർഷകർക്ക് നേരിട്ട് മൊബൈലിലൂടെ കുറഞ്ഞ ചെലവിൽ സംസാരിക്കാനും അവസരമുണ്ട്. ഗ്രീൻ സിം കാർഡ് ആവശ്യമുള്ളവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി, 100 രൂപയുടെ മണി ഓർഡർ സഹിതം ഇനി പറയുന്ന വിലാസത്തിൽ അയയ്ക്കുക. സ്റ്റേറ്റ് ഓഫീസ്, ഇഫ്കോ കിസാൻ സഞ്ച, തൊണ്ടയിൽ റോഡ്, പനമ്പള്ളി നഗർ, കൊച്ചിൻ 36. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0484 402 1072. മൊബൈൽ നമ്പർ 96 334 04800. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അമിനോ പ്ലസ്, പഞ്ചഗവ്യം, വേപ്പെണ്ണ, വേപ്പിൻ പിണ്ണാക്ക്, ഫെറമോൺ കെണികൾ, പച്ചക്കറികൾക്കും വാഴയ്ക്കുമുള്ള സൂക്ഷ്മ മൂലക മിശ്രിതങ്ങൾ, ജൈവവളക്കൂട്ടായ ഓർഗാനോ എക്സൽ എന്നിവ ലഭ്യമാണ്. ആവശ്യമുള്ള കർഷകർ കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484 277 220. കൃഷി വകുപ്പിന്റെ ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്ററിൽ വാഴ, ആന്തൂറിയം, ഓർക്കിഡ് എന്നിവയുടെ മികച്ച ടിഷ്യൂ കൾച്ചർ തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. നേന്ത്രൻ, ചുവന്ന കപ്പവാഴ, കദളി, റോബസ്റ്റ എന്നീ വാഴകളുടെ ടിഷ്യൂ കൾച്ചർ തൈകൾ 10 രൂപ നിരക്കിൽ കർഷകർക്ക് നൽകും. 10 വാഴ തൈകൾ അടങ്ങിയ ഫ്ലാസ്കിന് 65 രൂപയാണ് വില. 19ഓളം ആന്തൂറിയം ഇനങ്ങളും എമാവൈറ്റ്, ഡെൻഡ്രോബിയം തുടങ്ങിയ ഓർക്കിഡ് ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്കുകളും സെന്ററിൽ നിന്ന് ന്യായവിലയ്ക്ക് ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ, കഴക്കൂട്ടം, തിരുവനന്തപുരം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2 413 739. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 12,900 രൂപ, കോഴിക്കോട് 13,750, തൃശൂർ 13,300. കൊപ്ര കൊച്ചി 8,570, കോഴിക്കോട് 9,350, തൃശൂർ 8,875. കുരുമുളക് അൺഗാർബിൾഡ് 66,700, ഗാർബിൾഡ് 69,700. ചുക്ക് മീഡിയം 21,000, ബെസ്റ്റ് 23,000. മഞ്ഞൾ സേലം 6,700, ഈറോഡ് 6,900. അടയ്ക്ക പുതിയത് 14,000 മുതൽ 15,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 11,200 രൂപ, RSS 4 11,500. കോട്ടയം റബ്ബർ RSS 5 11,200 രൂപ, RSS 4 11,600.
കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 12,900 രൂപ, കൊപ്ര 8,635 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ല 2,100, റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 66,700, ഗാർബിൾഡ് 69,700, ചുക്ക് മീഡിയം 21,000, ബെസ്റ്റ് 23,000, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 14,000 രൂപ മുതൽ 16,000 വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 രൂപ മുതൽ 260 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 450 മുതൽ 470 വരെ, ജാതിപത്രി 700 മുതൽ 775 വരെ, ഗ്രാമ്പു 965, റബ്ബർ RSS 5 ക്വിൻ്റലിന് 11,200 രൂപ, റബ്ബർ RSS 4 11,500, ഒട്ടുപാൽ 7,000, ലാറ്റക്സ് 7,500. കമ്പോള അവലോകനം. ക്രിസ്തുമസ് ആവശ്യങ്ങൾ മുൻനിർത്തി രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഏലത്തിന് ഡിമാൻഡ് അനുഭവപ്പെട്ടു. തുടർച്ചയായ 2ാം ദിവസവും ലേലത്തിനെത്തിയ ചരക്ക് ഇടപാടുകാർ പൂർണ്ണമായി ശേഖരിച്ചു. കുമളി ലേലത്തിൽ 89,169 കിലോ ചരക്ക് ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ 975 രൂപയിലും ശരാശരി ഇനങ്ങൾ 779 രൂപയിലും കൈമാറി. ഏലക്ക അവധി നിരക്കുകൾ ഇന്ന് ഉയർന്നു. ഉത്തരേന്ത്യൻ വിപണികളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ ചുരുങ്ങിയതോടെ ഗാർബിൾഡ് കുരുമുളക് വില 300 രൂപ കുറഞ്ഞ് 69,700-ലാണ് ഇന്ന് ഇടപാടുകൾ തുടങ്ങിയത്. അതേസമയം മെച്ചപ്പെട്ട വില പ്രതീക്ഷിച്ച കർഷകർ കാര്യമായി ചരക്ക് വിൽപ്പനയ്ക്ക് ഇറക്കിയില്ല. കൊച്ചിയിലേക്കും കോട്ടയത്തേക്കുമുള്ള റബ്ബർ ഷീറ്റ് വരവ് ചുരുങ്ങി. വില ഉയരുമെന്ന പ്രതീക്ഷയിൽ ചെറുകിട കർഷകർ ഷീറ്റ് നീക്കം കുറച്ചതിനാൽ കമ്പനി സപ്ലയർമാർ മികച്ച ഇനം ഷീറ്റ് വില കിലോ 116 രൂപ വരെ ഉയർത്തി. വൻകിട കമ്പനികൾ 4ാം ഗ്രേഡ് റബ്ബർ 115 രൂപയ്ക്ക് സംഭരിച്ചു. പാൻ മസാല വ്യവസായികളിൽ നിന്നുള്ള ഓർഡറുകൾ ചുരുങ്ങിയതുമൂലം കൊച്ചിയിൽ വിവിധ ഇനം അടയ്ക്കാവില 1000 മുതൽ 2,000 രൂപ വരെ ഇടിഞ്ഞു. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. പ്രാദേശിക വിപണികൾ വെളിച്ചെണ്ണയ്ക്ക് ഉത്സവവേളയിൽ ആവശ്യം ഉയരുമെന്ന കണക്ക് കൂട്ടലിലാണ് മില്ലുകാർ. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.8, 25.1, കൊച്ചി 33.4, 24.8, ആലപ്പുഴ 32.4, 24.5, പുനലൂർ 30, 22.9, തിരുവനന്തപുരം 29.8, 25.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.